അപ്പോൾ ഇത് ഇന്ന് ഈ രീതിയിൽ എത്തിക്കിട്ടാൻ കാരണം നിങ്ങൾ തന്നെയാണ്, നമ്മുടെ ഫാമിലി തന്നെയാണ്. എന്തേ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മുടെ ഫാമിലി വളർന്ന് വളർന്ന് വലുതാവട്ടെ, അതന്നെയല്ലേ നമുക്ക് വേണ്ടത്. വളർന്ന് വളർന്ന് വലുതായി കിട്ടിയില്ലേ, ഈ രീതിയിൽ എത്തിക്കിട്ടില്ലേ, ഇനിയും വളർത്തണം. നമുക്ക് വളർത്തി വളർത്തി നമുക്ക് വലിയൊരു ഫാമിലി തന്നെ നമുക്ക് ആക്കി തീർക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനും പ്രയത്നിക്കും ഇൻഷാ അല്ലാ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് എല്ലാവരോടും ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാ. എന്താണെന്ന് അറിയുമോ, നമ്മുടെ ചാനൽ വലുതായി വലുതായി ഇപ്പോൾ 5000 സബ്സ്ക്രൈബിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സന്തോഷം ആദ്യം തന്നെ നിങ്ങളോട് പറയാണ്. 5000 സബ്സ്ക്രൈബ്സ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഒരു കുഞ്ഞു ചാനലല്ലേ. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ഷിബിലി മോനായിരുന്നില്ല കൊണ്ടുപോയത്. പിന്നെ അവനക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ സ്കൂളിൽ പഠിത്തവും എല്ലാം കാരണം അവനക്ക് ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അവൻ്റെ ചാനൽ. അങ്ങനത്തെ തട്ടിമുട്ടി ഇത് 5000 സബ്സ്ക്രൈബിലെത്തി. ഇനി മാഷാ അല്ലാഹ് ഒരു വലിയൊരു ഫാമിലി ആക്കി തന്നെ എടുക്കണം. ഇതിന് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ആദ്യം തന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൂരി എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിൽ പിന്നെ അത്യാവശ്യം മൈദപ്പൊടി ഒരു ഇത്തിരി ഉപ്പും ഒരു ഇത്തിരി ഗോതമ്പ് പൊടിയും എടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ ജീരകം ഇട്ടിരുന്നു. അങ്ങനെ പൂരി റെഡിയാക്കി കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ല ഇതെന്താ പുള്ളിക്കത്തുള്ള പൂരി എന്നൊക്കെ. ഞാൻ എന്താണെന്നറിയോ, എനിക്ക് ചെറിയ ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നും കേട്ടോ. അതാണ് കേട്ടോ ഞാൻ പൂരിക്ക് പിന്നെ ചെറിയ ജീരകം ഇടുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ റവയും ഇത്തിരി ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് റവ പറ്റ തീർന്നിട്ടുണ്ട്. അത് കാരണം പിന്നെ റവ ഇടാൻ കഴിഞ്ഞില്ല. റവ ചേർക്കുമ്പോഴെന്താ അറിയോ, കൂടുതൽ എണ്ണ പിടിക്കൂല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വരാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങളുണ്ടോ, ഇതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ കുറച്ച് പൂരി ഉണ്ടാക്കിയപ്പോഴേക്കും നമ്മുടെ എത്തിട്ടാ. ഇക്കാക്ക് അപ്പോഴേക്ക് കോളേജിലേക്ക് പോകാൻ ടൈം ആയിട്ടാ. കോളേജ് എന്ന് പറയുന്നത് ആരോടും പറയണ്ട കേട്ടോ. കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പണിക്ക് പോകാൻ ആൾക്ക് പണിക്ക് പോകാനൊന്നും ഒരു മടിയില്ല കേട്ടോ. പണി ഉണ്ടാകുമ്പോൾ ആളങ്ങനെ പണിക്ക് പോകട്ടെ. പണി ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ അങ്ങനെ ഇരിക്കും ചെയ്യും കേട്ടോ. പണി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ കൂട്ടിന് ഒരാളായിട്ടാ. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ സൊറപറ പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും. അങ്ങനെ പൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിൻ്റെ വെള്ളം അടുപ്പത്തോട്ടനാണ്ട് വെച്ചു. ആള് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം യൂണിഫോം ഇട്ടുകൊണ്ടാണ് കേട്ടോ ചായ കുടിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ചോറിനുള്ള അരി എടുക്കാൻ വേണ്ടി താഴെ അടുക്കളയൊക്കെ പോയതാട്ടോ. അപ്പോഴേക്കും ഇക്കാരൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. എന്നോട് 2-3 പേര് ചോദിച്ചിട്ടോ എന്തിനാണ് അകത്ത് ചെരുപ്പിടുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് രണ്ടിലും വെരിക്കോസല്ലേ. അപ്പോൾ കാല് ഒന്ന് കടയിലൊക്കെ ഒന്ന് ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാലിൽ ചെരുപ്പ് ഇടുന്നത് അകത്ത്. എനിക്ക് ചെരുപ്പ് ഊരി കഴിഞ്ഞാൽ പിന്നെ എന്തോ പോലെ തോന്നും കേട്ടോ. ഇതിങ്ങനെ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് ശീലമായില്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനത്തെ അരിയൊക്കെ കഴുകി പിന്നെ കുടുക്കയിലാണ്ടിട്ട് ഏതായാലും അത് അവിടെ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പൂരി ഉണ്ടാക്കുമ്പോഴേ ഞാൻ പൂരി ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ടാ. മറ്റേ ഞാൻ ആ സ്പോട്ടിൽ തന്നെ കഴുകലായിരുന്നു. ഇന്ന് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഒരാളല്ലേ ഉള്ളൂ അടുക്കളയിൽ, രണ്ടാളെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് നമ്മൾ തന്നെ ചുടും വേണം, നമ്മൾ തന്നെ പരത്തും വേണം, നമ്മൾ തന്നെ ക്ലീൻ ആക്കും വേണം, ഒക്കെ നമ്മൾ തന്നെ അല്ലേ. എന്നാലോ ഈ ഉണ്ടാക്കിയതൊക്കെ ആ കറക്റ്റ് ടൈമിൽ തിന്നാലോ നമ്മൾക്ക് ടൈമും ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് പിന്നെ അത് ചോപ്പറിലിട്ട് 5-6 വലിയോണ്ട് വലിച്ചപ്പോഴേക്കും ക്യാബേജ് റെഡി ആയിട്ടോ. ഞാൻ ഈ ചോപ്പർ 1 വർഷം മുന്നേ മീഷോ ഒന്ന് വരുത്തിച്ചതായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ, ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല. പിന്നെ അത് ഒരു വലിയുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും പിന്നെ 2 ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ക്യാബേജ് ഉപ്പേരി ഒന്ന് കളർഫുൾ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനത്തെ പിന്നെ അത് ഉള്ളിലേക്ക് കുഴിയുള്ളൊരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കാക്ക കുറച്ച് മുമ്പ് വാങ്ങിച്ചതായിട്ടോ. ഇത് വാങ്ങുമ്പോഴൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ മറ്റേ ഇൻഡാലിയല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി. ഇത് ഞാൻ എപ്പോഴെങ്കിലും കേട്ടോ ഈ ചീനച്ചട്ടി ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എനിക്കെന്താ പറയുക, കൂടുതൽ പാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം പാത്രം മാത്രമേ കേട്ടോ ഉപയോഗിക്കുള്ളൂ. അതുപോലെ നിരന്ന് കൊടുക്കില്ല അടുക്കളയിലൊക്കെ പാത്രങ്ങൾ, അതും എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ ഇത് ഷിബിലിമോൾക്ക് ഫിലിമോൾക്കും തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കായിരുന്നു കേട്ടോ ഇക്ക കൊണ്ടുവന്ന്. അതും ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഷിബിലിമോനും ഫിലിമോളും മദ്രസക്ക് പോകുമ്പോഴേ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ പൂരി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പിന്നെ പറഞ്ഞിരുന്നു ഇന്ന് സ്കൂൾക്ക് ചോറ് വേണ്ട പൂരി മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് അത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് വീട്ടിൽ കറി വേണ്ട, ഉച്ചയ്ക്ക് എത്തുമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വെള്ളരിക്ക കറി വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് അതൊന്ന് വിസളിപ്പിക്കാൻ വേണ്ടി വെച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ അവർ ഉച്ചക്ക് പൂരി കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഒക്കെ പോലെ തോന്നിട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എണ്ണക്കടിയല്ലേ. ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ എണ്ണ ഒന്നും പിടിക്കൂല കേട്ടോ. ചെറിയൊരു രീതിയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. എങ്ങനെയായാലും എണ്ണക്കടി ആകുമ്പോൾ കുറച്ചൊക്കെ എണ്ണ ഉണ്ടാവില്ല. അങ്ങനത്തെ ഷിബിലിമോൻക്കുള്ളത് എടുത്ത് വെക്കാണേ.
ചായ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ ഉണ്ടാക്കിയ ചായ എന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ ചൂട് പാകമായിക്കണമെന്ന് നോക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ അവന് സ്കൂൾക്ക് ഇറങ്ങുമ്പോഴേ പറയുന്നത് എല്ലാവരും മദ്രസ വിട്ട് വരുമ്പോൾ എന്നോട് ചിലവ് ചോദിക്കാനും വെച്ച് എന്ന് പറയട്ടെ. 5000 സബ്സ്ക്രൈബ് ആയില്ലേ, ചിലവ് വേണമെന്ന് പറയുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലും എല്ലാവരും ഇതന്നെയാവും ചോദിക്കാമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനത്തെ അവന് ഇന്ന് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ കടന്നു കേട്ടോ. അവൻ്റെ സൈക്കിളിൽ എപ്പോഴും അറ്റാക്കാണ്, എപ്പോഴും അതിന് ഞെട്ടും പൊട്ടും പോക്കും, അതുപോലെ തന്നെ ടയറിന് കംപ്ലൈൻറ്റ് എപ്പോഴും ഓരോന്നാണ് കേട്ടോ. അപ്പോൾ സൈക്കിളുമൊക്കെ അങ്ങനെ നോക്കി പോകുമായിരുന്നു കേട്ടോ. ഇനി ഏതായാലും അങ്ങാടി വരെ നടന്നു പോകണ്ടേന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഞാൻ പറയില്ല ഏതായാലും ഇൻഷാല്ലാ ഇപ്പം ഇങ്ങനെ നടക്ക്, നമുക്ക് പിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ അവന് പോയി കഴിഞ്ഞപ്പോഴേക്കൂടെ ചോറ് റെഡിയായി. പിന്നെ അത് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കായിരുന്നു. പിന്നെ എന്നുണ്ടെങ്കിൽ വെള്ളരിക്ക കറിയിൽ തക്കാളി ഇടാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അത് വിസിലടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുക്കർ ഓഫാക്കിയിട്ട് വീണ്ടും അത് എടുത്തിട്ട് 2 തക്കാളി അതിലിട്ടിട്ട് വീണ്ടും ഒന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോഴേക്കത് കേബേജ് ഉപ്പാരി തന്നെ റെഡി ആയിട്ടുണ്ട്. മീനും പിന്നെ മറ്റേ ഗ്യാസിൻ്റെ അടുപ്പിലും വെച്ചിരുന്നു കേട്ടോ. അതും റെഡിയായി, ചോറ് റെഡി ആയിട്ടോ. എന്തായാലും ഇതൊക്കെ ഫോണിൽ കാണാൻ എന്തൊരു സുഖമാണല്ലേ. ഇതൊക്കെ വെച്ചുണ്ടാക്കി അത് അതിൻ്റെതായ സ്ഥലത്ത് വെച്ച് എന്തൊരു പണിയാണല്ലേ. അത് കഴിഞ്ഞാലോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിലും വലിയ പണിയില്ല. അതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ സേവ് ആക്കി കഴിഞ്ഞ് പിന്നെ തന്നെ കൊടുക്കാനോ ഇപ്പം പിന്നെ AI ഉള്ളതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലല്ലേ. അങ്ങനെ പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി റെഡി ആയിട്ട് പിന്നെ അതൊന്നൊരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ടുണ്ട്. അതൊന്ന് തൂമിച്ചെടുത്തോ. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ് ഞാൻ. ഇത് പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ. ചിലർ തുടക്കണ ആ സ്പോട്ടിലായിരിക്കും അല്ലേ ഒക്കെ ക്ലീൻ ആക്കുക. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തുടക്കാൻ പോകും. ഇങ്ങനെ ചെയ്താൽ എന്താണെന്നറിയോ, തുടക്കുമ്പോൾ പിന്നെ നേരെ മൊത്തം തുടച്ചുകൊണ്ട് നേരെ പോന്നാൽ മതി. അപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്നും ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളടുക്കള കുഞ്ഞടുക്കള ആയതുകൊണ്ട് തന്നെ ഗ്യാസ് അടുപ്പ് പുറത്തടുക്കളയിലാണ് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ അങ്ങോട്ടും നടക്കണം ഇങ്ങോട്ടും നടക്കണം നേരം വെളുത്താലി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം പിന്നെ അങ്ങനെ ശീലമായിട്ടാണ്. പിന്നെ ഫിനിമോളും വന്ന് അവളുടെ ചായയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എന്നോട് സ്കൂൾക്ക് മുടി കെട്ടി കൊടുക്കാൻ പറഞ്ഞത് കൊമ്പ് കെട്ടി കൊടുക്കണം എന്നാട്ടാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും തിരിച്ച് വരുമ്പോഴേക്ക് പിന്നെ ആ മോഡലൊക്കെ പോയിട്ട് വേറൊരു മോഡലായിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ പിന്നെ അവളുടെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊമ്പായിട്ട് കെട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കെട്ടുമ്പോഴേ പറയാം നല്ല ടൈറ്റിൽ കെട്ടാട്ടാ. ഞാൻ അങ്ങനെ ടൈറ്റിൽ കെട്ടിയിട്ടും കാര്യമില്ല. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ലൂസായി പോയിട്ടോ. അങ്ങനെ മുടി കെട്ടലൊക്കെ കഴിഞ്ഞിട്ട് കെട്ടാട്ടാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നോക്കട്ടെ. കൊമ്പൻ്റെ എല്ലാം ഉമ്മച്ചി എന്നിട്ട് ചോദിക്കുന്നത്. മുടി മടക്കി കെട്ടിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നെ ആദ്യം കിറ്റിലായിരുന്നില്ലേ ഫുഡൊക്കെ ആക്കിയിരുന്നത്. പിന്നെ അതിന് ശേഷം എന്നോട് പറഞ്ഞ് കിറ്റ് വേണ്ട ബാഗിൽ വെച്ചാൽ മതിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് വീണ്ടും ഇങ്ങോട്ട് തന്നെ ബാഗിൽ തന്നെ വെച്ചു. അവൾക്ക് എന്താണെന്ന് പറയുക ഓരോരോ ദിവസം ഓരോരോ മൂഡായിരിക്കും കേട്ടോ. ചിലപ്പം പറയും കിറ്റ് കൊണ്ടുപോകണം, ചിലപ്പം പറയും ബാഗിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അവളുടെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ ചോദിച്ചു ബാഗിൽ വെച്ചു. അങ്ങനത്തെ പോകുമ്പോൾ കളർ ഡ്രസ്സല്ലേ ഒരു ഫോട്ടോ എടുക്കും വെച്ചി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോത്തിന് നന്നാട്ടെ ഈ കാണുന്നത്. അങ്ങനത്തെ കണ്ടില്ലേ റോട്ടുമ്പോൾ ആകെ വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ ഇതിലൂടെ നടക്കുമ്പോൾ. വെള്ളം കൊണ്ട് അവിടെയും ഇവിടെ ഒക്കെ ഇച്ച് കെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തിയപ്പോഴേക്ക് ഫ്രീനോൻ്റെ ഒരു ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവൾ ചോദിക്കുന്നത് പിന്നെ ചാനൽ 5000 സബ്സ്ക്രൈബ് ആയില്ല അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ചോദിച്ചിരുന്നത്. അപ്പോൾ ചിലവാണ് ഫിനോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കേട്ടോ 5000 ആയത്. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പിന്നെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. ഇവരുടെ സ്കൂളിൽ എങ്ങനെയെന്ന് വെച്ചാൽ LP ക്ലാസ്സിൽ 4 പേര് പിന്നെ കളർ ഡ്രസ്സ് കേട്ടോ ബുധനാഴ്ച ദിവസങ്ങളിൽ. മറ്റുള്ള ദിവസങ്ങളിൽ പിന്നെ യൂണിഫോമും ആണ് കേട്ടോ. UPയും ഹൈസ്കൂളൊക്കെ പിന്നെ ഡെയിലി യൂണിഫോം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് വരാനും പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടികളൊക്കെ 1.5 വണ്ടിയിലെ പാട്ടും ചപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇവരൊക്കെ ഡെയിലി പോവാറ്. അങ്ങനത്തെ ഞാൻ അവളെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. വയറ് കത്തി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഭൂരി ഞാനും അത് മുഴുവനാക്കിയിട്ടാണ്. അപ്പം ഭൂരി വൈകുന്നേരത്തിനൊന്നും ബാക്കിയായില്ല കേട്ടോ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു. പിന്നെ അടിച്ചിലും വാരലൊക്കെ ആയിട്ട് നമ്മളെ പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ. പിന്നെന്താ ഈ പണിക്ക് പിന്നെ വെയിലും മഴയൊന്നും കൊള്ളണ്ടല്ലോ അല്ലേ. അങ്ങനെ ഒത്തിരി സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചേർന്ന് ഓരോരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ ദിവസം എത്ര പെട്ടെന്നാണ് കഴിയുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ എത്ര പെട്ടെന്നാണ് കഴിയുന്നതില്ലേ. ഇന്ന് പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. ഇന്ന് നമ്മുടെ അറബി മാസം മുഹറം 1 അല്ലേ. അങ്ങനെ തുടക്കലും അടിച്ചുവാലും അതുപോലെ അലക്കലും പിന്നെ കുളിക്കലും ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അകത്തൊക്കെ നോക്കിയപ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞിട്ട് അകത്ത് വന്നിരിക്കുമ്പോൾ അതൊരു വേറൊരു സന്തോഷമാണല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.